എല്ലാ വീക്കെൻഡിലുമാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈസിനെ കൂട്ടിയിട്ട് ഒന്ന് പാർക്ക് പോവാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയാട് ഒരു ക്ലൈമറ്റൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. സ്വതവി ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. സ്വതവി ഉണ്ടെങ്കിൽ നമ്മൾ മാളിലോ അങ്ങനെ എവിടേക്കെങ്കിലും പോവാ. ഇതിപ്പം പാർക്ക് പോവാന്ന് പറഞ്ഞാൽ ഞാൻ ചൂടൊക്കെ ആയിട്ട്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പം എല്ലാവർക്കും ഒരു സമാധാനമാണ്. ഇവിടുത്തെ ചൂട് എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണല്ലോ. ഇവിടെ അടുത്തുള്ള അൽജാഡ പാർക്കിലാണ് പോയത്. അവിടെ കണ്ടില്ലേ ഒരു വാലറ്റ് പാർക്കിംഗ്. അതെന്താണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. ഞാൻ അഗിനോട് ചോദിച്ചു അതെന്താ ഈ വാലറ്റ് പാർക്കിംഗ്. അപ്പോൾ അഗി പറഞ്ഞു സെക്യൂരിറ്റിയുടെ കയ്യിൽ നമ്മൾ കാറിന്റെ കീ കൊടുത്താൽ അവർ പാർക്ക് ചെയ്ത് തരും. ചില ടൈമിൽ അത് പേയിങ് ആയിരിക്കും, മീൻസ് ചില സ്ഥലങ്ങളിൽ അത് പേയിങ് ആയിരിക്കും, ചിലയിടത്ത് അത് പേയിങ് ഒന്നല്ല. ഇവിടെ പേയിങ് ആണോ അല്ലോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഏതായാലും ഇവിടെ മോസ്റ്റ്ലി ഇവിടെ വരുന്ന ഒരു പാർക്കാണ് അൽജാഡയിൽ. ഇത് ഇവിടെ കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്ത് സ്വതവേ നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്കൂടെ പോവുക. ഇപ്രാവശ്യം നമ്മൾ ഇപ്പുറത്തേക്കൂടെ വന്നു. ഇവിടെ ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് പിള്ളേഴ്സൊക്കെ ഒന്ന് ഉഷാറായിട്ടാണ് കളിക്കാൻ വേണ്ടിയിട്ട്. എയ്സൂട്ടൻ അവിടെ എത്തിയാടെ. എയ്സൂട്ടൻ്റെ ഫസ്റ്റ് സ്പോട്ട് ഉണ്ട്. ഈ സ്പോട്ട് ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അവന് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇതങ്ങ് തുള്ളി അറിയാതെ എന്തെങ്കിലും പൊട്ട് ഉള്ളിലോട്ടേക്കാറ്റ് പോയാൽ ഇങ്ങനെ പോവുക. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് ഞാനൊരിക്കൽ നോക്കിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇങ്ങനെ റിങ് വെച്ച് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് നല്ല സമാധാനമാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. ഫുൾ മരവും എന്താ പറയുക പുല്ലൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്. ഇവിടെ വന്ന് നിൽക്കാനും വർത്താനം പറഞ്ഞ് നമ്മൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ അധികവും പണ്ടൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഇപ്പം ഭയങ്കര റഷാണ്. ഈ സ്കേറ്റിംഗ് ഏരിയ ആണ്. അവിടുന്ന് അങ്ങോട്ടോളൊരു സ്കേറ്റിംഗ് ഏരിയ ഉണ്ട്. പിള്ളേരെ ഇഷ്ടം പോലെ ഉണ്ടാവലുണ്ട്. ഇപ്പാണ് റഷ് കൂടിയത്. പണ്ട് നമ്മൾ വരുന്ന സമയത്ത് അത്ര റഷൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല എന്നൊക്കെ. പിന്നെ നമ്മൾ ആ ഭാഗത്ത് സൈഡിലേക്ക് കൂടെ വന്ന് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാണ് ഈ വാട്ടർ ഫൗണ്ടെയിൻ. പക്ഷേ എൻ്റെ മകനായ ഏസുക്കുട്ടൻ അവനിത് ഇഷ്ടമേ അല്ല. പിന്നെ എന്താ പറയുക, അവൻ ഈ വെള്ളം ഇങ്ങനെ ഇതിനോടൊന്നും വലിയ കളിക്കാനോ കണ്ട പിള്ളേരൊക്കെ എന്ത് രസത്തിലാണ് കളിക്കുന്നത്. ഓൻ അവിടെ കീയോ നിൽക്കുകയോ അത് തൊടുകയോ ഇല്ല. പിന്നെ നമ്മൾ അധികം അവിടെ നിന്നില്ല. ഇങ്ങോട്ടേക്ക് ബാക്ക് സൈഡിലോട്ടേക്ക് വന്നു. പിന്നെ അവൻ ഇഷ്ടപ്പെട്ട കുറച്ച് ഏരിയ ഉണ്ട്. ഈ ഏരിയ അവന് കുറച്ച് ഇഷ്ടപ്പെട്ട ഏരിയ ആണ്. അങ്ങനെ ഇവിടുന്ന് അവൻ കുറേ സമയം കളിച്ചിനി. അവന് കുറച്ച് ഫ്രണ്ട്സൊക്കെ കിട്ടീനി അവിടുന്ന്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടുന്ന് കുറേ കളിച്ച് നല്ല ടയേർഡായിനി പക്ഷെ വരാനൊന്നും ആശാനൊരു എന്താ പറയുക മൂടേ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വിളിച്ച് ഞാനന്ന് മുന്നിൽ നടന്നത്. അപ്പോൾ ആക്കി എല്ലാവരെയും കൂട്ടി നടന്നു. കാരണം നെക്സ്റ്റ് ഡേ ആക്കി ഓഫീസിലൊക്കെ പോകാനുള്ളതല്ലേ. അങ്ങനെ നമ്മൾ പുറത്തോട്ടേക്ക് മീൻസ് എക്സിറ്റ്. അപ്പോൾ ഈ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഇത് കണ്ടു. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് എന്തോ ഡിസൈനായിട്ടാണ്, പക്ഷെ ഇവിടെ എന്തൊക്കെ അറബിയിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലായിരുന്നില്ല. പിന്നെ അവിടുന്ന് നമ്മൾ പാർക്കിങ്ങിലെത്തി. അപ്പോഴത്തേക്ക് ഏസൂട്ടൻ ഓൻ്റെ ടീഷർട്ടിൽ ചെറുതായിട്ട് വൊമിറ്റ് ചെയ്തിന്. ഞാൻ വരുന്ന ടൈമിൽ കുറുക്കൊക്കെ ആക്കിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ എന്തോ ലേശം. അപ്പോൾ ഞാൻ വേഗം ടീഷർട്ട് മാറ്റി. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അഗിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് നമ്മൾ ആ സ്പോട്ട് പോയതാണ്. അതിൻ്റെ പേരയ്യോ മറന്നുപോയി. അവിടെ പോയി ബർഗറും പപ്പായും വാട്ടർ മെലണും. ഞാൻ വാട്ടർ മെലണാണ് ഓർഡർ ചെയ്ത്, ആകി പപ്പായ. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ട് ഇത് പപ്പായയാണ് അങ്ങനെ എന്തോ പറയുകയാണ്. അങ്ങനെ ബർഗർ ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഞാൻ സ്വതവേ മക്ഡൊണാൾഡിൻ്റെ ബർഗർ ഇവിടുന്ന് വന്നിട്ട് കഴിച്ചിട്ടില്ലോ. സ്വതവേ ബാക്കിയുള്ള സ്ഥലത്ത് പോയാൽ ഞാൻ പുട്ട്, ദോശ അങ്ങനത്തെ ഐറ്റംസാണ് അധികം ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇങ്ങനെ സ്പോട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു ബർഗർ സ്പോട്ടിൽ പോയിട്ട് ബർഗർ കഴിക്കുന്നത്. അതിൻ്റെ പേരും മറന്നുപോയി. ഇല്ലെങ്കിൽ ഞാനത് പറയായിരുന്നു. നെക്സ്റ്റ് ടൈം നോക്കാം. എന്തായാലും ഞാൻ ഒരിക്കലും കൂടെ പോകും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിനി. അങ്ങനെ ജ്യൂസും ബർഗറൊക്കെ കഴിച്ച് പിന്നെ ഏകദേശം സെറ്റായി റൂമിലോട്ടേക്ക് വിട്ടു. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.